വീഡിയോയിലോട്ട് പോണതിന് മുന്നേ ആയിട്ട് ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ റെഡ് ബട്ടൺ ഒന്ന് ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ എൻ്റെ റെസിപ്പി സൗദി ഷെയ്ക്കാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷെയ്ക്കിലൊന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷെയ്ക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഷെയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഈത്തപ്പഴം. സൗദി ഷെയ്ക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ഈത്തപ്പഴമാണ് ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. ഇങ്ങനത്തെ ഈത്തപ്പഴമാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടുകളിലൊക്കെ പാക്കറ്റിൽ വരുന്ന ഡ്രൈ ആയിട്ടുള്ള ഈത്തപ്പഴം ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിയിട്ട് എടുത്താൽ നല്ലോണം അരഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഇങ്ങനത്തെ സോഫ്റ്റ് ആകുമ്പോൾ വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് അടിച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാവുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് അടിഞ്ഞു കിട്ടും. പിന്നെ വേണ്ടത് പാലാണ്. പാല് പറഞ്ഞാൽ നമ്മൾ എന്നും ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ട പാൽ. ഇപ്പം ഞാൻ ഇവിടെ കുപ്പികളിൽ വരുന്ന പാലാണ്, പാക്കറ്റ് പാലല്ല. പാക്കറ്റ് പാലാണെങ്കിൽ നമ്മൾ പാക്കറ്റ് അങ്ങനെ വെച്ച് നല്ലതായിട്ട് കട്ടയാക്കുക. ഇതുപോലെ നല്ല പോലെ കട്ടയാക്കിയിട്ട് നന്നായിട്ട് അത് ഉടക്കുക. എന്തുണ്ടെങ്കിലും അടിച്ചിട്ടോ പാക്കറ്റിൻ്റെ പുറത്ത് അടിച്ചിട്ടോ ഉടച്ചെടുക്കണം. അങ്ങനെ എടുക്കുക. അപ്പം ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് കട്ടയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പാലാണിത്. ഇപ്പോൾ ഇത് കട്ടയായിട്ടുണ്ട്, നല്ലോണം കട്ടയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയിലിട്ടിട്ട് അടിക്കുമ്പോൾ തന്നെ നല്ല സാധാ പോലെ ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ ഉള്ള പാല് തന്നെ ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. സാധാ തണുത്ത പാലല്ല, നല്ല കട്ടയാക്കിയിട്ടുള്ള പാലെടുത്താലേ ഉള്ളൂ കറക്റ്റ് ഷെയ്ക്കിൻ്റെ ആ ഒരു തിക്നെസ് കിട്ടുള്ളൂ, നല്ലൊരു ടേസ്റ്റും കിട്ടുള്ളൂ. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാരയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇഷ്ടമുള്ള ഇപ്പം ഓൾറെഡി ഇതിൽ മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. നല്ല ഈത്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളതാണല്ലോ, അപ്പോൾ പാകത്തിന് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഐസ്ക്രീമാണ്. വാനില ഐസ്ക്രീമാണ് സാധാരണ നമ്മൾ ഷെയ്ക്കുകൾ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുക. പിന്നെ സ്ട്രോബെറിയുടെ ഷെയ്ക്ക് ആണെങ്കിൽ നമുക്ക് സ്ട്രോബെറി ഐസ്ക്രീം, പിസ്തയുടെ ആണെങ്കിൽ പിസ്ത ഐസ്ക്രീം ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് വാനിലയാണ് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത് താൽക്കാലികമായിട്ട് ഐസ്ക്രീം ഇല്ല, അപ്പോൾ ഞാൻ ഐസ്ക്രീം ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഐസ്ക്രീം ഇല്ലാണ്ട് ഉണ്ടാക്കാം. പക്ഷേ ഇതുപോലെ കട്ടയാക്കിയ ശേഷം മാത്രം യൂസ് ചെയ്യുമെങ്കിലേ ഉള്ളൂ കറക്റ്റ് ആ ഷെയ്ക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിൽ ഞാൻ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അണ്ടിപ്പരിപ്പ്. എനിക്ക് ഈ ജ്യൂസുകളിലാണെങ്കിലും അതുപോലെ ഷെയ്ക്കുകളിലാണെങ്കിലും ഇതുപോലെ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ അധികം ജ്യൂസുകളൊക്കെ അടിക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇടാറുണ്ട്. അധികവും ഇടാറുണ്ട്. എനിക്ക് അങ്ങനെ ഇടുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള കട്ടപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാല് ഒരു ഗ്ലാസ് പാല്, വലിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാല് തണുപ്പിച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 8 ഈത്തപ്പഴം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്, 8 എണ്ണം. ഞാനിതിലോട്ട് ആ 8 ഈത്തപ്പഴം കുരുവ കളഞ്ഞിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും ഒരു 5 തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് ഇടണമെന്നില്ല കേട്ടോ, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടുവെന്നേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ ആവശ്യമില്ല, കാരണം നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. എങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല പോലെ ക്രീം പോലെ ആക്കിയെടുക്കണം. ചിലപ്പോൾ അണ്ടിപ്പരിപ്പ് അടിയൊന്നുമില്ല, മറ്റുള്ളത് നന്നായിട്ട് അടിച്ചെടുക്കാം നമുക്ക്.
അപ്പം ഞാൻ ഈ ഗ്ലാസ്സിലോട്ടാണ് ഇത് ഒഴിക്കാൻ പോണത്. അപ്പോൾ അത് ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്നും ചോക്ലേറ്റാണ് യൂസ് ചെയ്യാറ്. ഇപ്പം ഇന്ന് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഈത്തപ്പഴം കൊണ്ട് തന്നെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്നിങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു ഡിസൈനിങ് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ. നമ്മളിങ്ങനെ ഇതിലോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. വെറുതെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷെയ്ക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് കുതിർത്തിയെങ്കിൽ മാത്രമേ അണ്ടിപ്പരിപ്പ് ഇതുപോലെ നല്ലപോലെ അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു രസത്തിന്. പാല് ഞാൻ കുറച്ച് നേരം പുറത്ത് വെച്ചപ്പോൾ തന്നെ അത് മെൽട്ടാവാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇത് അടിച്ചപ്പോഴത്തേനും ഒന്ന് ലൂസായി. ശരിക്കും നല്ല കട്ടിപ്പാലുണ്ടല്ലോ, നല്ല ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയാക്കിയ പാലുകൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ. ഇത് നല്ല തിക്ക് ഉണ്ടാവും. പിന്നെ കൂടുതൽ ഈത്തപ്പഴം വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചേർത്തിട്ടും ഇടാം. പക്ഷേ എന്താണെന്നറിയോ, ഇതിൻ്റെ കളർ മാറിപ്പോവും. നമുക്ക് ഇങ്ങനെ ഈ ഒരു ക്രീം കളറിൽ കിട്ടണം. അപ്പോൾ നിങ്ങൾ കടകളിൽ പോയിട്ട് സൗദി ഷെയ്ക്ക് ചോദിച്ചൊന്ന് വാങ്ങിച്ച് കുടിക്കൊണ്ടു. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കുടിക്കുന്നവരുണ്ടാവും, അവർക്കറിയാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ഷെയ്ക്കാണിത്. സാധാരണ ഇതിൽ നമ്മൾ ഹോർലിക്സിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബൂസ്റ്റ് പൊടിയാണ് ഇടുക. അതും കൂടെ ചേർക്കാനുണ്ട്, പക്ഷെ അത് ഇന്ത്യയിൽ ഇല്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പം നിങ്ങളിൽ അതുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക. ഇതൊന്നുമില്ലാതെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.